നമസ്കാരം. സൂപ്പർ ലീഗ് കേരള അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. സെമി ഫൈനൽ പോരാട്ടങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും മലപ്പുറവും അവസാന നാലിലേക്ക് എത്തി. അപ്പോൾ നമ്മളിന്ന് വിശദമായി പരിശോധിക്കുകയാണ്. ടീമുകൾ ഇതുവരെ വന്നതെങ്ങനെയാണ്, അവരുടെ പ്രകടനം എങ്ങനെയാണ്, ഒപ്പം തന്നെ മിന്നുന്ന പ്രകടനം നടത്തിയ താരങ്ങൾ. എനിക്കൊപ്പം ശ്രീ ഷൈജു ദാമോദരൻ വീണ്ടും ചേരുകയാണ്. ഒപ്പം ശ്രീ അനസ് എടത്തൊടിക, ലെജൻഡ്, നമ്മുടെ ഇതിഹാസ താരം അനസ് എടത്തൊടിക. നമുക്കറിയാം മലപ്പുറത്തിൻ്റെ സ്കൗട്ടിംഗ് ഡയറക്ടറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ഷൈജോട നമുക്കൊപ്പം ചേരുന്നത് ഈ സൂപ്പർ ലീഗിനെ മൊത്തത്തിൽ വിലയിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. താങ്ക് യു എന്തായാലും രണ്ടുപേർക്കും. ഷൈജോട, നമ്മൾ ആദ്യം ഒന്നിരുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻ്റ് ആയിരുന്നു, നമ്മളോട് പ്രതികരണം അങ്ങനെയായിരുന്നു. ഓക്കെ, നമ്മൾ നോക്കുന്നത് അവസാന നാലിലെത്തിയ ടീമുകളുടെ പ്രകടനം തന്നെയാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. കാലിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. കാലിക്കറ്റ് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ്. അപ്പം കാലിക്കറ്റിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? രണ്ടാമത്തെ കിരീടം ലക്ഷ്യമിട്ടാണോ, അല്ലെങ്കിൽ കിരീടത്തിലേക്ക് എത്താൻ കാലിക്കറ്റ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഷൈജോട്ടാ, കാലിക്കറ്റിൻ്റെ ഒരു പ്രകടനം, അവർ തുടങ്ങിയത് ഒരു താളത്തിൽ, പതിഞ്ഞ താളത്തിൽ തുടങ്ങി കൊട്ടിക്കയറിയതല്ല. തുടക്കം മുതലേ ഒരേ ബീറ്റിലാണ്. അപ്പോൾ എവിടെ ചെന്നെത്തും കാലിക്കറ്റിൻ്റെ ഈ പോക്ക്? അല്ല, കാലിക്കറ്റ് FC ഇപ്പോൾ സെക്കൻഡ് സീസൺ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിരീടം നിലനിർത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം തന്നെയാണ്. കാരണം അതിലൊരു തെറ്റുമില്ല അങ്ങനെ സാധ്യത കൽപ്പിച്ചാൽ. കാരണം സീസണിൽ ഏറ്റവും കൂടുതൽ ലീഗ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ കളികൾ ജയിച്ച ടീം കാലിക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം കാലിക്കറ്റാണ്. ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുത്ത ടീം കാലിക്കറ്റാണ്. അതായത് 23 points, 21 goals, 7 match win ഔട്ട് ഓഫ് 10 games. ഒറ്റ കളി മാത്രമാണ് കാലിക്കറ്റ് തോറ്റത്, ഒറ്റ കളി, അത് തൃശ്ശൂരിനെതിരെ ഒരു ഹോം ഗെയിം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കാലിക്കറ്റിൻ്റെ പെർഫോമൻസ് കണക്കിലെടുത്താലും കാലിക്കറ്റിൻ്റെ ഈ പറയുന്ന പോലെ കണക്കുകൾ വെച്ച് കാലിക്കറ്റിനെ വിലയിരുത്തിയാലും തീർച്ചയായിട്ടും കാലിക്കറ്റ് എന്തുകൊണ്ട് കിരീടം നിലനിർത്തിക്കൂടാ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തമാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, കാലിക്കറ്റ് ഈ സീസണിൽ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാമത്തെ സീസണിൽ കളിക്കുന്ന ഈ 6 ടീമുകളിൽ ഏറ്റവും ബാലൻസ്ഡ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഇറ്റ് ഇസ് കാലിക്കറ്റ് FC. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡാണ്. അവർക്ക് ഗോളടിക്കാൻ ആൾക്കാരുണ്ട്, മിഡ്ഫീൽഡിൽ കളി ഉണ്ടാക്കാനായിട്ട്, കളി ക്രിയേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് ദേ ആർ ഹാവിങ് എ വെരി സോളിഡ് ബാക്ക് ലൈൻ. സോ എന്ന് പറയണ പോലെ ഇപ്പം നമ്മൾ അങ്ങനെ ബാക്കിൽ നിന്ന് എടുത്താൽ അലക്സിസ് സോസ, റിച്ചാർഡ് ഒസേ പോലത്തെ 2 നല്ല സെൻറ്റർ ബാക്സ്, ഓഫ് കോഴ്സ് റിയാസിൻ്റെയും സാലിമിൻ്റെയും പോലെയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വേറെ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്നില്ല ജൊനാഥൻ പെരേര അല്ലെങ്കിൽ ഇദ്ദേഹം ബുവാസോ പോലത്തെ നല്ല ഗംഭീര പ്ലേ മേക്കേഴ്സുണ്ട്. ദെൻ അവർക്ക് ഗോളടിക്കാൻ അച്ചൽ അല്ലെങ്കിൽ റിങ്കൺ പോലത്തെ ഗംഭീര സ്ട്രൈക്കേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബാലൻസ് ടീമാണ്. ലൈക്ക് ഐ സെഡ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ കാലിക്കറ്റിൻ്റെ ഈ സീസണിലെ എല്ലാ കണക്കുകളും സാധൂകരിക്കുന്നത് വൈ നോട്ട് ഫോർ സെക്കൻഡ് ടൈം കാലിക്കറ്റ് FC. തീർച്ചയായിട്ടും കിരീടം നിലനിർത്താനുള്ള ഏറ്റവും മുന്തിയ പരിഗണന കാലിക്കറ്റിന് നമ്മൾ നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല പാലക്കാടൻ കോട്ട ഹജ്മൽ നേരെ കോഴിക്കോട് വലകാക്കുന്നു, ചോരാതെ നിൽക്കുന്ന ഒരു സ്ട്രോങ് ലൈൻ ആണ്. നമ്മൾ ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായ എതിരാളികൾ ആര് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കാലിക്കറ്റ് തന്നെ. മത്സരത്തിൻ്റെ ഒരു നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ, കാണികളുടെ ഒരു ആവേശം. കാലിക്കറ്റിനെ എങ്ങനെ ശ്രീ അനസ് എടത്തൊടിക താങ്കളെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ഒരു ഇതുവരെയുള്ള പ്രകടനവും, അല്ലെങ്കിൽ ഫൈനൽ സെമിയോടടുക്കുമ്പോൾ സെമിയിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ കാലിക്കറ്റിൻ്റെ ഒരു ലൈനപ്പ്. SLKയിലുള്ള എല്ലാ ടീമുകളും ടഫസ്റ്റ് ടീമുകളാണ്. എല്ലാ ടീമുകളും ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത ടീമുകളാണ്. പക്ഷേ കാലിക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസാണ് കാലിക്കറ്റ് കാഴ്ചവെക്കുന്നത്. കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും വെക്കുന്ന ടീമാണ് കാലിക്കറ്റ്. സോ ചേട്ടൻ പറഞ്ഞ പോലെ, നിങ്ങളും പറഞ്ഞ പോലെ, യെസ്, രണ്ടാം കിരീടത്തിലേക്ക് അവർ ട്രൈ ചെയ്യുന്നു. പക്ഷേ ചലഞ്ചിങ് ആണ്, ഫുട്ബോളാണ്. പക്ഷെ എന്തും സംഭവിക്കാം. എല്ലാ ക്ലബ്ബുകളും ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം കിരീടത്തിലേക്ക് എല്ലാ ടീമുകൾക്കും ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ SLKയിൽ വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജനങ്ങളും, അല്ലെങ്കിൽ ഷൈജേട്ടൻ പറഞ്ഞ പോലെ, അവരും കിരീടത്തിലേക്കാണ് നോക്കുന്നത്. എല്ലാ ക്ലബ്ബുകളും കിരീടത്തിലാണ് നോക്കുന്നത്. പക്ഷേ ഒരു മലപ്പുറംകാരനോട് മാത്രം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ കാലിക്കറ്റിൻ്റെ ശക്തി സ്രോതസ്സുകളായി നിന്ന താരങ്ങളെ എല്ലാം പ്രാഞ്ചി, ഗനി അഹമ്മദ് നിഗം, കെന്നഡി ആൻഡ് നമ്മുടെ ഹക്കു. അപ്പോൾ എന്നിട്ട് കാലിക്കറ്റ് ഇളകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ചലഞ്ചിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ
പ്ലേയേഴ്സ് ഏത് ക്ലബ്ബുകളിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ വ്യൂവിലാണ് മാത്രം കാണുന്നത്. അത് അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം FC-യിലേക്ക് മലയാളി പ്ലെയറെ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നതിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ലീഗാണ്, കേരളത്തിലുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടണം. അപ്പം അതിന് ഒരു ടീം ഉണ്ടാക്കുമ്പോൾ ബെസ്റ്റ് ടീമുകൾ, ബെസ്റ്റ് പ്ലേയേഴ്സുകൾ ആരാണ് എന്നുള്ളതിലാണ് നമ്മൾ. കറക്റ്റ് പോയിന്റ്. അത് നമുക്ക് ഇങ്ങനെ വിലയിരുത്താം. അതായത് അവിടെ മഹേഷ് പറഞ്ഞ അത് അനസ് അത്ര ഈ സംസാരിക്കുന്ന കാര്യത്തിൽ, കളിക്കുന്ന കാര്യത്തിൽ അഗ്രസീവ് ആയ അനസ് സംസാരിക്കുന്ന കാര്യത്തിൽ അത്ര അഗ്രസീവ് അല്ലെന്ന് എനിക്കറിയാം. അനസിനെ വളരെ അടുത്ത് പരിചയമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ ചോദ്യം എന്നോടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ റാഞ്ചി എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല. റാഞ്ചി എന്നുള്ള പ്രയോഗമാണ് മഹേഷ് പ്രയോഗിച്ചത്. റാഞ്ചി അതല്ല, അത് കേരള ഫുട്ബോളിന്റെ വളർച്ചയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സീസണിൽ കളിക്കുന്ന ഒരു പ്ലെയർക്ക് അടുത്ത സീസണിൽ ഇതിനേക്കാൾ മികച്ചൊരു ഓഫർ, ഇതിനേക്കാൾ വേറൊരു ക്ലബ്ബ് ഓഫർ ചെയ്താൽ അയാൾ പോകുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ചലഞ്ചിങ് ആണ്. അവർ ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്ലബ്ബുകളിലും പോവുക എന്നത് അതൊരു ചലഞ്ചിങ് ആണ്. കളിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നതില്ല, അത് എങ്ങനെ എടുക്കുന്നത്, അവരെങ്ങനെ അത് ആ ചലഞ്ച് ഏറ്റെടുക്കുന്നത് എന്നതിൽ ഒരു കഴിവുണ്ട്. അതിലുപരി ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ഫോക്കസ് ഇതായിരുന്നു. ഞാൻ ടീമിനെ എനിക്കൊരു ജോലി ഏൽപ്പിച്ചു. അത് എൻ്റെ ജോലി ഞാൻ എങ്ങനെ കളിക്കണം, എല്ലാത്തതും ഒക്കെ ഏത് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും അവരെ ഉള്ളിൽ നിന്ന് വരുന്ന ഫീലാണ്, ഹങ്കറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം SLK ഞാൻ വിചാരിച്ചു എനിക്ക് കേരളത്തിലുള്ള പ്ലേയേഴ്സ് മതി. കേരളത്തിൽ ഒരുപാട് ക്വാളിറ്റിയുള്ള ടോപ്പ് ടാലൻറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. സോ ഞാൻ കേരളത്തിലുള്ള പ്ലേയേഴ്സ് മാത്രം. ലാസ്റ്റ് മൊമെൻ്റാണ് ഞാൻ ഇഷാൻ പണ്ഡിത്തെ എടുത്തത്. അതിൽ അല്ലാതെ എല്ലാ പ്ലെയറും എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള പ്ലെയർ, തമിഴ്നാട് ബോർഡറിന് മീൻസ് കേരളത്തിൻ്റെ ബോർഡറിന് 4 പ്ലെയർ ഉണ്ട്. അത് പിന്നെ മലപ്പുറം FC-യുടെ സാറ്റ് എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉണ്ട്, അതിലുള്ള പ്ലെയർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. കാരണം കേരള പ്ലേയേഴ്സിനെ കൂടുതൽ പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പോയിന്റിൽ ഒരു പോയിന്റ് ഞാൻ കൂട്ടിച്ചേർത്തത്, ഇത് രസകരമായ പോയിന്റാണ്. അല്ലെ, പ്രൊഫഷണലി ഫിറ്റായ ഒരാൾ, പ്രൊഫഷണലി ഏബിൾ ആയ പ്ലേയേഴ്സിന് എങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് ഒരു നല്ല ഓഫർ ആണെങ്കിൽ അത് 2 കൈ നീട്ടി എന്നാലാണ് ഫുട്ബോൾ വളരുക, പ്ലേയേഴ്സിന് വളർച്ച ഉണ്ടാവുക. ഈ ഇക്കോ സിസ്റ്റം, നമ്മുടെ ഫുട്ബോളിങ്, കേരള ഫുട്ബോളിൻ്റെ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക അതല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വികസിക്കുക. ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനിപ്പോൾ ടൗണിൽ നിന്ന് ഒരു യൂബറിൽ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ യൂബർ ഓടിക്കുന്ന ഡ്രൈവർ, സാറ് സംസാരിക്കുന്ന ആളല്ലേ? അപ്പോൾ ഞാൻ എന്താ സംസാരം, ഞാൻ ചുമ്മാ, അപ്പോൾ സാറ് ന്യൂസ് വായിക്കുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞല്ല, സാർ ന്യൂസ് വായിക്കുന്ന ആളാണ്. ഞാൻ TV-യിൽ സാറിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്. നമ്മുടെ ശബ്ദം കേൾക്കാറുണ്ട്, പക്ഷേ ന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാളെ ഈ പരിപാടി കണ്ട് മീഡിയ 1 എന്നെ ന്യൂസ് റീഡറായിട്ട് വിളിച്ചാൽ ഞാൻ ഒരു പക്ഷേ ജോയിൻ ചെയ്യും. അതാണ് പോയിന്റ്. കാരണം എനിക്ക് ഷൈജു ചേട്ടൻ കമൻട്രി മാത്രമേ പറയാൻ പോകുന്നത്, മോശമായി പോയി എന്നങ്ങനെ പറയാം. ആസ് എ പ്രൊഫഷണൽ നമ്മളെ തേടി വരുന്ന എല്ലാ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുക. ഞാൻ ഇത് പറയുമ്പോഴും ഒരു കാര്യം കൂടെ ശ്രീ അനസ് എടത്തൊടിയെ കുറിച്ച് പറയണം. ഞങ്ങൾ ഈ പ്രസ് ബോക്സിൻ്റെ സമീപത്തു കൂടെ പലപ്പോഴും നടക്കുമ്പോഴേ ഗ്രൗണ്ടിൽ മലപ്പുറത്തിൻ്റെ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടാവും. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളാണ്. കാരണം ഓരോ പ്ലെയർ, അദ്ദേഹം എടുത്തിരിക്കുന്ന ഓരോ താരങ്ങളും മികച്ച പ്രകടനം നടത്തുമ്പം അതിനൊത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാം. അങ്ങ് മലപ്പുറം ഏതെങ്കിലും സമയത്തൊന്ന് വീഴാൻ പോകുമ്പോൾ ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് ഒറ്റ മിനിറ്റ് അനസ്, ഞാൻ കൂട്ടിച്ചേർക്കാതെ അതിനുശേഷം അനസിന് അതിൻ്റെ വ്യക്തിപരമായ ചോദ്യമാണ്, അതിനുശേഷം അനസിന് ഉത്തരം വരട്ടെ. അതിന് കുറച്ചുകൂടി ഞാൻ 100% ഉറപ്പിച്ചു പറയാം. ഈ SLK തുടങ്ങിയതിന് ശേഷം അനസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി, മലപ്പുറത്തിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി വന്നതിന് ശേഷം, കഴിഞ്ഞ വർഷം പ്ലെയർ ആയിരുന്നു, വന്നതിന് ശേഷം ഒരു കളി പോലും ഇരുന്ന് കണ്ടിട്ടില്ല. ഞാൻ എഴുതി വെച്ചുതരാം. ഞാൻ അനസിനെ കാണുമ്പോഴൊക്കെ സ്റ്റേഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. നിൽക്കുന്ന അനസ് മാത്രമാണ് SLK-യിൽ എൻ്റെ വിഷ്വൽ. ഇരുന്ന അനസിനെ ഞാൻ കണ്ടിട്ടില്ല. കറക്റ്റ് അല്ലേ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ടീം ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ സെമിയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫുട്ബോൾ വീക്ഷിക്കുന്ന ആളുകളാണ്, കേരളത്തിലുള്ള എല്ലാവരും വീക്ഷിക്കുന്ന ആളുകൾ. എൻ്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ 1 ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ടീമിന് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, സ്റ്റാർട്ടിങ്ങിലെല്ലാം ഞാൻ വിചാരിച്ച ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച, അല്ലെങ്കിൽ എൻ്റെ കോച്ച് വിചാരിച്ച ഒരു സിസ്റ്റത്തിലല്ല എൻ്റെ ടീം ഓടിയിട്ടുണ്ടായിരുന്നത്, നമ്മളെ പ്ലാനുകളും സാധനവും. പക്ഷേ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ എൻ്റെ ടീമുകൾ നിൽക്കേണ്ട പ്ലേയേഴ്സ് അല്ല എന്ന് ആഗ്രഹിച്ചു. അതിലാണ് നമ്മളെ ഡിസിഷനൊക്കെ വന്നത്. നമ്മൾ ഒരിക്കലും പ്രൊഫഷണലി ആരോടും, ഈവൺ എൻ്റെ പോയ കോച്ചിനോട് പോലും ഞാൻ എഗെയിൻസ്റ്റ് അല്ല. പക്ഷേ
എൻ്റെ പ്ലെയർക്ക് കിട്ടേണ്ട സാധനം അവർ ഹാപ്പി ആയിട്ട് കളിക്കേണ്ട മൊമെൻറ്റുകൾ, അവർ ഹാപ്പി ആയിട്ട് ഫുട്ബോൾ കളിക്കണം, എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിക്കണം വിത്തൗട്ട് സ്ട്രെസ്. നമ്മൾ സ്ട്രെസ് അടിച്ചാലും എൻ്റെ പ്ലെയേഴ്സ് എങ്ങനെ ഹാപ്പി ആവണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ആക്ച്വലി ഞാൻ. കാരണം നമ്മൾ ഡിമാൻഡിങ് ആണ്. കാരണം എൻ്റെ പ്ലെയർ ഡിമാൻഡിങ് ആണ്. അവർ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷെ എങ്ങനെ എന്നുള്ളതിലാണ്. അപ്പോൾ പ്ലേയേഴ്സ് ഹാപ്പി ആവണം ഫുട്ബോൾ കരിയറിൽ. ഞാൻ അതിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. നിതിൻ അല്ലേ, നമ്മൾ നിതിൻ മധു മലപ്പുറത്ത് നടന്ന മത്സരത്തിൽ 1-2 പാസുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് മറ്റു വഴിക്ക് പോകുന്നു. നിതിനാകെ ഡെസ്പാ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ കാണുന്നൊരു വിഷ്വൽ, അനസ്ഥലത്തോടിക്കാൻ നിതിനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ തലയിൽ തലോടി അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവനൊരു കൊച്ചു കുട്ടിയെപ്പോലെ നിതിനിങ്ങനെ വന്ന് നിൽക്കുന്നു, പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നടാ നീ അടുത്ത കളി, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അടുത്ത കളി കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കണം, ഇങ്ങനെ പാസ് കൊടുക്കണമെന്ന് വളരെ ഒരു എന്താ പറയുക സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് പറയുന്നു. ആ ചേർത്ത് പിടിക്കൽ നമ്മളത് കാണുകയാണ്. അവർക്ക് ടാലൻ്റ് ഉണ്ട്, ഒരുപാട് പ്ലെയർ ടാലൻ്റ്, നല്ല ടാലൻറ്റുകളുണ്ട്. പക്ഷെ പ്രൊഫഷണലി അവർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം ഒരുപാട് പ്ലെയേഴ്സ് കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഫോറിൻ പ്ലെയർ വരുമ്പോൾ, ഇപ്പോൾ റോയി വന്നു, അല്ലെങ്കിൽ ഇഷാന് വന്നു, അല്ലെങ്കിൽ ഫോറിൻ പ്ലെയേഴ്സ് വരുമ്പോൾ ഇവരെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താണ് പ്രൊഫഷണലിസം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമുക്ക് വിത്തൗട്ട് പ്രഷർ നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക്, എനിക്ക് തോന്നുന്നില്ല വിത്തൗട്ട് പ്രഷർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഈ ടോപ്പ് ക്ലാസ് പ്ലെയറെ കൂടെ ഇരിക്കുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ, എനിക്കങ്ങനെ ഫീൽ വന്നിട്ടുണ്ട് മലൂദൻ്റെ കൂടെ ഞാൻ ISL കളിക്കുമ്പോൾ. അവർ നമുക്ക് എങ്ങനെ അവർ മോട്ടിവേറ്റ് ചെയ്ത, ഞാൻ റോയിനോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് മലൂദ തന്ന സാധനങ്ങൾ എൻ്റെ യങ്സ്റ്റേഴ്സിന് കൊടുക്കണം, അവർ പഠിക്കണം, ISL കളിക്കണം, ഉയർന്ന ലീഗ് കേരളത്തിൽ മാത്രമല്ല അവർക്ക് നല്ല ഓഫറുകൾ ഈ SLKൻ്റെ റീസണിൽ കിട്ടണം. സോ നിങ്ങളവരെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ പഠിപ്പിക്കണം. എല്ലാവരും സാഡായിരിക്കും ബെഞ്ചിലിരിക്കുമ്പം, ഒരുപാട് പ്ലെയർ സാഡാണ് കേരളത്തിലുള്ള. അല്ലെങ്കിൽ നമുക്ക് 27 പ്ലെയർ അല്ലെങ്കിൽ 30 പ്ലെയർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മുടെ ഫാമിലിയാണ്, കളിക്കാനും വേണ്ടി വന്നതാണ്. പക്ഷേ സം പ്ലെയേഴ്സ് ആർ സാഡ്. പക്ഷേ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, പ്രൊഫഷണൽ ഇങ്ങനെയാണ്, നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും ചില ടൈം. പക്ഷേ അത് എന്തിന് എന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് ഞാൻ ഗാലറിയിൽ ഇരിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ബെഞ്ചിലിരിക്കുന്നു, അത് ബാഡ് പ്ലെയർ ആയിട്ടല്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ച് ഗ്രൗണ്ടിൽ, അതാണ് കാര്യം. അതിലുപരി നമ്മൾ സാഡായിട്ട് ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ പ്ലെയർക്ക് പറ്റിയ സാധനമല്ല അത്. ഓക്കെ, ഞാൻ അതോടൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കണം മലപ്പുറം എന്ന പവർ ഹൗസ്. എങ്ങനെയാണ് നമ്മൾ മലപ്പുറത്തെ ശ്രീ അനസടത്തോടിയെ ഇരുത്തിക്കൊണ്ട് ശ്രീ വാക്ക് തന്നെയാണ് മലപ്പുറം. ഇപ്പോൾ ഓൾറെഡി ഈ സ്വല്പം ലെങ്തിയായി, ഓൾറെഡി നമ്മൾ നേരത്തെ മലപ്പുറത്തോട്ട് ചാടിയത് പവർ ഹൗസ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നേരത്തെ അനസ് പറഞ്ഞു വെച്ച പോലെ ഈ ഇത്രയും അവസാന മാച്ച് കളിച്ച് ലാസ്റ്റ് മാച്ച് ജയിച്ച് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു ടീമല്ല. അതിന് മുമ്പേ സെമിഫൈനൽ കൺവിൻസിങ് ആയി സെമിഫൈനലിലേക്ക് പോകേണ്ട ഒരു ടീമായിരുന്നു ഈ മലപ്പുറം. ഇപ്പം മനസ്സ് തന്നെ, ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ നമ്മുടെ മുമ്പ് ഇരിക്കല്ലേ. അപ്പം ഈ മലപ്പുറം ടീമിന് എന്തിൻ്റെ കുറവാണുള്ളത്? ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ്, കെനഡി, റോയ് കൃഷ്ണ, അൽഫോർസി, ബദർ, എല്ലാവരും ടോപ്പ് ക്ലാസ്. ഐത്തോറൊക്കെ ഇപ്പം മിഡ്ഫീൽഡിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു. ഗ്രേറ്റ് ടീം, ഗ്രേറ്റ് പ്ലേയേഴ്സ്, ഓഫ് കോഴ്സ് ഫാൻസ്. കേരളത്തിൽ സൂപ്പർ ലീഗ് കേരളയിൽ ഏതെങ്കിലും ഒരു ടീം ആരാധകരുടെ ചിറകിലേറി പറക്കുന്നുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. അവരുടെ ഫാൻസിൻ്റെ മുമ്പിൽ കളിക്കുമ്പോൾ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ഞാനൊരു പന്ത് കളിക്കാരനാവുകയും ഞാൻ മലപ്പുറം FC പന്ത് കളിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത് ഗൂസ് ബമ്പ് പറയുമ്പോൾ എൻ്റെ ഗൂസ് ബമ്പ് അടിക്കുന്നുണ്ട്. കാരണം ഞാനൊരു പന്ത് കളിക്കാരനായിരിക്കും, ഞാൻ മലപ്പുറം FC സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നെ സൈൻ ചെയ്യുകയും ഞാൻ മലപ്പുറത്തിൻ്റെ ജേഴ്സി ഇട്ട് കളിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന പ്രശസ്തിയേക്കാൾ, നമ്മൾ വാങ്ങുന്ന പണത്തേക്കാൾ, നമ്മൾ ജീവിതത്തിൽ കമൻട്രി പറയുന്നതും കളിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ആരാധകർക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ്. ഇതിന് ഓട്ടോമാറ്റിക് എനർജിയാണ്, ഓട്ടോമാറ്റിക് പവർ വരുന്നതാണ്. നമുക്കറിയില്ല എവിടെ നിന്നാണ് ഈ പവർ വരുന്നത്, ഓട്ടോമാറ്റിക് പവർ. ഇത് ഞാൻ ഈ ഒരു കമ്പാരിസൺ നടത്തിക്കോട്ടെ. പണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് റയൽ മാഡ്രിഡിൻ്റെ എക്കാലത്തെയും വലിയ ഡ്രീം ടീമുണ്ട്. ബെക്കാമും നമ്മുടെ ബ്രസീലിൻ്റെ റൊണാൾഡോയും ഫിഗോയും സിദാനും ഒരുമിച്ച് കളിച്ച റയൽ മാഡ്രിഡ്. ആ റയൽ മാഡ്രിഡിനെയാണ് ഇന്നത്തെ മലപ്പുറം അനുസ്മരിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. ആ റയൽ മാഡ്രിഡിനേക്കാൾ വലിയ വിജയങ്ങൾ പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച റയൽ മാഡ്രിഡ് നേടിയിട്ടുണ്ട്. അതേ ഞാൻ പറയുന്നത്, ഒരുപാട് താരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിസ്റ്റം അങ്ങോട്ട് വർക്കൗട്ട് ആവണമെന്നില്ല. അത് അനസ് പറഞ്ഞു വെച്ചു. ഈ ഒരു പ്രോബ്ലം മലപ്പുറം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് അവസാനത്തെ മാച്ച് 26 മിനിറ്റ് കളി പിന്നിടുമ്പോൾ ഫോർസയ്ക്കെതിരെ 2 ഗോളിന് പുറകിലാണ് മലപ്പുറം. 0-2. അവിടെ നിന്ന് 4 ഗോൾ തിരിച്ചടിച്ച് അവസാനത്തെ മാച്ചിൽ നേടിയ 4-2 വിജയം. ആ ഒരൊറ്റ വിജയത്തിൻ്റെ എനർജി മാത്രം മതി മലപ്പുറം FC ഈ സീസണിൽ ചിലതൊക്കെ കാണിക്കാൻ. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് ഇപ്പോൾ മലപ്പുറം. ഓക്കെ അതാണ് കംബാക്ക് രാജാക്കന്മാരാണ് കേട്ടോ. അത് ഓക്കെ. നമ്മൾ പെട്ടെന്നൊന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ് ഷെജോട്ട. തൃശ്ശൂർ മാജിക് FC
മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിൻ്റെ പ്രതീക്ഷകൾ തച്ചുടച്ചൊരു ടീമാണ്. പക്ഷേ നമ്മൾ അതിനേക്കാൾ ഉപരിയായി മലപ്പുറം എന്നുള്ളതിനേക്കാൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ നിലംപരിച്ചായ ഒരു ടീമായിരുന്നു തൃശ്ശൂർ മാജിക് FC. പക്ഷേ ഇത്തവണ അവരുടെ തിരിച്ചു വരവ് അതാണ് ഈ സൂപ്പർ ലീഗിൽ എഴുതി വെക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് തൃശ്ശൂരിനെ കാണുന്നത്? SLKയിലെ നമുക്ക് പറയാൻ പറ്റും ഫിസിക്കലി അല്ലെങ്കിൽ നന്നായിട്ട് ചലഞ്ച് ചെയ്യുന്ന ടീമായിരിക്കും ഒരു പക്ഷേ തൃശ്ശൂർ ടീം. അതുകൊണ്ടാണ് പറഞ്ഞത് SLKയിൽ നമുക്ക് ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലീഗാണ് SLK. 6 ടീമാണ്, എല്ലാ ടീമുകളും ബെസ്റ്റ് ടീമുകളാണ്. അതിലുപരി എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ചലഞ്ചസ്, പ്ലേയേഴ്സിനുള്ള ഹങ്കർ സംതിങ് ഡിഫറെൻ്റ് ആണ്. സോ മലപ്പുറത്തിനെ സംബന്ധിച്ച് എല്ലാ മാച്ചസും ഡിഫിക്കൽട്ടാണ്. പക്ഷേ വിത്ത് ഓൾ റെസ്പെക്ട് നമ്മൾ ഫൈനലി നമ്മൾ പോവാറുള്ളത് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ മാച്ചസ് വിൻ ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ മലപ്പുറം അതിൽ എന്തായാലും ഫോക്കസ് ചെയ്യും. തീർച്ചയായിട്ടും അതിന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, പ്ലേയേഴ്സ് എല്ലാം കോൺഫിഡൻ്റ് ആണ്. സോ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ ടീമിൽ ലെനിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് കളിച്ചിട്ടുണ്ടാവും. മാർക്കസ് ജോസഫ് കളിച്ചിട്ടുണ്ടാവും. ഒപ്പം കളിച്ചിട്ടുണ്ട്, വിപിൻ കൂടെ കളിച്ചതാണ് ഗോകുലത്തിൽ. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സിന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. നല്ല ടീം. ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ SLK എല്ലാ ടീമുകളും ബെസ്റ്റ് ടീമുകളാണ്. ഓക്കെ ഷൈജോട്ടാ, തൃശ്ശൂരിന്റെ ഒരു തിരിച്ചുവരവിനാണ് നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഒന്നും അല്ലാതായി പോയൊരു ടീം ഇത്തവണ ചാരത്തിൽ നിന്നും ചിറകടിച്ച് പറന്നുയർന്ന ഒരു ഫീനിക്സ് പക്ഷിയാണ് SLKയിലെ തൃശ്ശൂർ മാജിക് FC. ഒരു തർക്കമില്ല. ഫ്രം റാക്സ് ടു റിച്ചസ് എന്ന് ഉറപ്പായിട്ട് പറയാം അവരെ കുറിച്ച്. 2 റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി. തൃശ്ശൂരിൻ്റെ ഈ സീസണിൽ അവർക്ക് എന്തും അവരെ കൊണ്ട് പറ്റും. ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് എന്ന് തെളിയിക്കാൻ 2 റിസൾട്ട് മതി. കണ്ണൂർ വാരിയേഴ്സിനെതിരെ ഒരു എവേ ഗെയിം, 97ാമത്തെ മിനിറ്റിൽ ബിബിൻ്റെ ഗോളിലൂടെ 1-1 ഡ്രോ. മലപ്പുറത്തിനെതിരെ അവരുടെ ഹോം ഗെയിം 2-0 വിൻ. ഈ രണ്ടും അവർ കളിച്ച ഏറ്റവും 2 ബെസ്റ്റ് മാച്ചസ് ആണ്. ആൻഡ് എഗെയിൻ സെമി ഫൈനൽ തൃശ്ശൂർ മാജിക്കിൻ്റെ എഗെയിൻ ദാറ്റ് ഹോം ഗെയിമിൻ്റെ റിപ്പീറ്റേഷനാണ്. മലപ്പുറത്തിന് തൃശ്ശൂർ അവരുടെ ഗ്രൗണ്ടിൽ ഹോമിലാണ് സെമി ഫൈനലിൽ നേരിടുന്നത്. സോ ഹോം അഡ്വാൻറ്റേജ് ഓഫ് കോഴ്സ് വിൽ ബി ദെയർ ഫോർ തൃശ്ശൂർ. അന്നസ് പറഞ്ഞ പോലെ വേറെ ഫിസിക്കലി സ്ട്രോങ് ടീമാണ് അവർ. ഒരൊറ്റ പ്ലെയർ മതി, മെയിൽസൺ ആൽവസ്. മെയിൽസൺ സെമി ഫൈനൽ കളിക്കണം എന്നാണ് ഞാൻ പറയുക. മെയിൽസൺ കളിക്കണം, കാരണം പല കളികളിലും മെയിൽസൺ ആൽവസ് ഈ സീസണിൽ തൃശ്ശൂരിന് വേണ്ടി 90 മിനിറ്റും കളിച്ചിട്ടില്ല. പല കളികളിൽ 11 ഉണ്ടായിരുന്നില്ല, സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫോർ സെമി ഫൈനൽ, ഈ സെമി ഫൈനലിൽ എഗെയിൻസ്റ്റ് മലപ്പുറം മെയിൽസൺ ആൽവസ് കളിക്കുകയും ആൻഡ് തൃശ്ശൂർ മാജിക്കിൻ്റെ നിലവിലെ ടോപ്പ് സ്കോറർ ആരാ? മെയിൽസൺ ആൽവസ്, 2 ഗോൾ. സോ മെയിൽസൺ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മെയിൽസൺ കളിക്കണം. പിന്നെ ഈ പറഞ്ഞ പേര് ആരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആരാ മോശം? മാർക്കസ് കഴിഞ്ഞ കുറേ കളികളായി മാർക്കസ് കളിച്ചിട്ടില്ല. മാർക്കസിനെ സെമിയിലെങ്കിലും കളിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് തൃശ്ശൂർ മാജിക്കിനോട്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. മലപ്പുറത്തിനോട് ഏത് ടീം കളിക്കുകയാണെങ്കിലും ഞാൻ കണ്ടൊരു സാധനം, അപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആണ്. കറക്റ്റ്. എവറി ടീം. ഇപ്പോൾ മലപ്പുറത്തിന് അഗെയിൻസ്റ്റ് കളിക്കുന്ന എല്ലാ ടീമുകളും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക. അതവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചാണ്. മേ ബി ഫാൻസ് ആയിരിക്കാം, മേ ബി നമ്മളെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാവാം. സോ അത്ര ഈസി അല്ല തൃശ്ശൂർ മാച്ച്. എതിരാളികൾ മലപ്പുറം ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വരാനുണ്ട്. ഞാൻ ആ സെമിയുടെ ഒരു കോമ്പിനേഷൻ വരുമ്പം തീർച്ചയായിട്ടും എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ കേസിൽ. ഓക്കെ, കണ്ണൂർ ഓഫ് കോഴ്സ് വെൽ ഡിസേർവിങ് ടീമാണ്. കണ്ണൂർ എന്താ പറയുക, കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. പക്ഷേ കണ്ണൂരിൻ്റെ സെമി ഫൈനൽ പ്രവേശനം ഞാൻ ഒട്ടും അത്ഭുതം എനിക്കൊന്നുമില്ല, ഡിസേർവിംഗ് ആണ്. കാരണം കാലിക്കറ്റ് FC കൂടി നന്ദി പറയണം കണ്ണൂർ. കാരണം കാലിക്കറ്റ് ലാസ്റ്റ് ഗെയിം മാച്ച് നമ്പർ 29 കാലിക്കറ്റ് ട്രിവാൻഡ്രത്തിനെ, തിരുവനന്തപുരം കൊമ്മൻസിനെ ട്രിവാൻഡ്രത്ത് വെച്ച് തോപ്പിച്ചപ്പോഴാണ് ആക്ച്വലി കണ്ണൂർ ആ ലാസ്റ്റ് ഗെയിം നടക്കുന്നതിന് മുൻപ് തന്നെ ക്വാളിഫൈ ചെയ്തത്. പക്ഷേ കണ്ണൂർ വെൽ ഡിസേർവിംഗ് ആണ്. കണ്ണൂരിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ സീസണിൽ അവർ ഹോം മാച്ചിൽ ഒറ്റ കളി പോലും ജയിച്ചില്ല. ഹോം മാച്ചിലാണ് അവരുടെ എല്ലാ ബാഡ് പെർഫോമൻസും വന്നത്. കാരണം ഹോം മാച്ചിൽ നിന്ന് ഒരു ടീമിന് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജും അവർക്ക് ഇത്തവണ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ ഇതും കൂടെ കൂട്ടിച്ചേർത്ത് പറയണം, കണ്ണൂരിൻ്റെ സെമി ഫൈനൽ എവേയാണ്. കാലിക്കറ്റിലെതിരെ കാലിക്കറ്റിൽ പോയിട്ടാണ് കണ്ണൂർ കളിക്കുന്നത്. കാലിക്കറ്റായിട്ട് കളിയെങ്കിൽ പോലും എവേയാണ്. അപ്പോൾ സോ ലൈക്ക് അനസ് സെഡ്, എവറി ടീം ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ടീമിനും ശക്തിയാണ്. കണ്ണൂർ ഓഫ് കോഴ്സ്, കണ്ണൂരിനെ നമ്മൾ എഴുതി തള്ളേണ്ട കാര്യമൊന്നുമില്ല. എത്ര അസിയർ ഗോമസും അഡ്രിയാൻ സാഡിനറും നല്ല ഈ സീസണിൽ SLKയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കോംബോ പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയില്ല, കോംബോ. നിങ്ങൾക്ക് 2 പ്ലേയേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ ഞാൻ ആദ്യം വെക്കുക അസിയർ ഗോമസ് ആൻഡ് അഡ്രിയൻ സാഡിനറോ കോമ്പിനേഷൻ ആയിരിക്കും. നല്ലോണം കൺട്രോൾ ചെയ്യുന്ന മിഡ്ഫീൽഡേഴ്സ് ആണ് അവരുടെ അടുത്തുള്ളത്. സാമനെ പോലത്തെ പ്ലെയർ, വെൽ എക്സ്പീരിയൻസ്. മുഹമ്മദ് സിനാനെ പോലുള്ള ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ ആരാണെന്നുള്ള ചോദ്യത്തിന് സെമി ഫൈനലിന് മുമ്പേ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 3 ഗോളും 2 അസിസ്റ്റും സിനാൻ അല്ലാതെ വേറെ ആരാ?
സിനാൻ മാത്രമല്ല അജ്സലു? Yeah, of course. അഫ്സലും അച്ഛനും ഒരുപക്ഷെ ഗോൾഡൻ ബൂട്ട് കിട്ടിക്കൂടാകിയൊന്നുമില്ല, മനസ്സിലായില്ല. അതാണ് ഈ അതോടൊപ്പം നമുക്ക് ചേർത്ത് പറയാവുന്നൊരു കാര്യം, പ്രതിഭാ ധാരാളിത്തം കണ്ണൂരിലുണ്ട്. കാരണം അവരുടെ ഗോൾ കീപ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് നോക്കും. ഉബൈദ്, മിഥുൻ, അൽകേഷ്. ഇപ്പം നമുക്ക് ആരെ നിർത്തുമെന്നൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് വരും. പക്ഷേ ഈ സൂപ്പർ ലീഗിൽ ഏറ്റവും മനോഹരമായ ഒരു ഓഫ് ഗ്രൗണ്ട് വിഷ്വൽ എന്ന് പറയുന്നത് ഷൈജോട്ടൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചാലാണ്. തിരുവനന്തപുരവും കോഴിക്കോടും തമ്മിലുള്ള മത്സരത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഗ്രൗണ്ടിൽ കോഴിക്കോടിന്റെ താരങ്ങൾ കാണിക്കാത്ത അത്ര ആവേശം കണ്ണൂരിന്റെ ഹോട്ടൽ റൂമിലുണ്ടായി. ആ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെ വിജയാഘോഷമുണ്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ട് ഞാൻ അതൊക്കെ ഒരു പോസിറ്റീവ് സാധനം, പോസിറ്റീവായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മലപ്പുറം കയറുമായിരുന്നു. കാരണം കണ്ണൂർ തോൽക്കുക അങ്ങനെയൊക്കെയുള്ള ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ എൻ്റെ പ്ലെയർ കോൺഫിഡൻറ്റുമായി ആൻ കംബാക്ക് ചെയ്തിട്ട് ജയിച്ചത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫാൻസിൻ്റെ ഇടയിലും മലപ്പുറത്തിനും പ്ലേയേഴ്സിനും എന്തായി, യെസ് നമ്മൾ കംബാക്ക് ചെയ്തിട്ട് ജയിച്ചു എന്നുള്ളൊരു ഫീലായി സെമി ഫൈനൽ. അല്ലെങ്കിൽ മറ്റുള്ളവരെ റിസൾട്ടിനനുസരിച്ചായിരിക്കും നമ്മളെ സെമിയിലേക്കുള്ള എൻട്രി. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും നമുക്ക് തന്ന ഒരു ഫീലായിട്ട് നമുക്ക് യെസ്. ഇപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പൊരുതി നേടിയ സെമി ഫൈനലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒപ്പം തന്നെ നമ്മൾ അതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് ഇത്തവണത്തെ ആരാധകരുടെ ഒരു സ്ത്രീ ജനങ്ങൾ. ഒരുപാട് സ്ത്രീകൾ കുട്ടികളെ ഒക്കത്തെടുത്തും മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും കളി കാണാൻ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ അതിനൊരു പിട്ടത്തൊക്കെ എടുക്കുക. കാരണം മലപ്പുറം ആയതുകൊണ്ട് ഇത്തവണത്തെ ആരാധക കൂട്ടത്തെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? മെയിൻ റീസൺ എനിക്ക് തോന്നി SLK ഒന്നും കൂടി ഫെയിം ആകാൻ റീസൺ ISLനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വേവലാതികളുണ്ടായിരുന്നു. നടക്കോ ഇല്ലേ, എന്നാൽ ഫുട്ബോളിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ എല്ലാവർക്കും നല്ല ഫുട്ബോളുകൾ കാണും വേണം. ISLനെ പോലത്തെ ഒരു ഫൗണ്ടേഷൻ SLK വന്നു, അല്ലെങ്കിൽ അതുപോലെ സെയിം പോലെയുള്ള അറ്റ്മോസ്ഫിയറുകൾ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതേ സ്വഭാവം അതേ കളർഫുള്ളായിട്ടുള്ള സംഗതികൾ SLKയിലും കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. ISL ഇല്ലാത്ത എന്നത് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഫുട്ബോൾ നടക്കോ ഇല്ലേ എന്ന് ആളുകൾക്ക് ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ പറയുന്ന ഈ ISLന് ശേഷം സീരിയലുകൾ വരെ നഷ്ടപ്പെട്ട ഒരുപാട് സംഗതികളാണ്. കാരണം 7 to 9 വരെ ഈ കളികൾ കാണുന്ന ഒരു ടൈമായി മാറിയിട്ടുണ്ട് കാലങ്ങളോളം, 10 കൊല്ലത്തോളം ഈ ആഫ്റ്റർ ISL. സോ SLK വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ തുടങ്ങി. കേരളത്തിലുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സിന് വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഫാമിലികൾ, മാതാപിതാക്കൾ വരുന്നു. എൻ്റെ കുട്ടികൾ അക്കാഡമികളിലുണ്ട്, ചെറിയ അക്കാഡമികളുണ്ട്, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മളെ കുട്ടികളെയും വിടണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഫാൻസ് ബേസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫുട്ബോൾ നടക്കുന്നത് എന്ന് എല്ലാ മാതാപിതാക്കൾക്കും അറിയണം എന്നുള്ളത് കാഴ്ചപ്പാടിലാണ് ഉമ്മ പങ്ങന്മാർ തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ വരുന്നത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. ഷൈജോടാ, നമ്മൾ കളിക്കാർക്ക് ഗാലറി വല്ലാതെ എനർജി കൊടുക്കും, കമന്റേറ്റേഴ്സിന് അതിലേറെ എനർജി കൊടുക്കും. ഷൈജോടൻ്റെ പ്രസിദ്ധമായി ഈ SLKയിൽ തന്നെ എത്ര മനോഹരമായ ദൃശ്യങ്ങൾ പറയും. അപ്പോൾ ഈ കാണികൾ കൂടുന്തോറും കമൻട്രിയുടെ വീര്യം കൂടും. തീർച്ചയായിട്ടും അത് എന്താ പറയുക, കളിക്കാരെ പോലെ തന്നെയാണ് കമൻട്രി ബോക്സിനും എന്താ പറയുക ഒരു ഊർജം പകർന്നു നൽകുന്ന ഒരു സാന്നിധ്യമാണ് കാണികളുടെ ഒരു സംഗതി. പക്ഷെ എനിക്കതിനോട് ഈ പറയുന്ന പോലെ കാണികൾ നെഞ്ചേറ്റി കഴിഞ്ഞ ഒരു SLK ആണ് കടന്നു പോകുന്നത്. കാണികൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. കാലിക്കറ്റിലൊക്കെ ലാസ്റ്റ് മാച്ച് കാലിക്കറ്റ് മലബാർ ഡെർബിക്ക് എനിക്ക് തോന്നുന്നു 45,000 മേലെ കാണികൾ വന്നു കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ആ ഹ്യൂജ് ടേൺ ഔട്ടാണ് അതൊക്കെ. ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ടാണ്. അപ്പോൾ കാണികൾ സ്വീകരിച്ചു കഴിഞ്ഞു, SLK ഗാലറി സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനിടയിലും കാണികൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു സ്പെക്ടേറ്റർ ഫ്രണ്ട്ലി ആയിട്ട് SLK മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറേണ്ടതില്ല എന്നുള്ളൊരു പോയിന്റും കൂടെ അവിടെയാണ്. കാണികളെ 2 കൈ നീട്ടി സ്വീകരിക്കാനും കളി കാണാൻ വരുന്നവർക്ക് അനായാസം സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കടക്കാനും പുറത്തു പോകാനും അവർക്ക് അവരെ പരമാവധി കംഫർട്ടബിൾ ആക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും SLKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം അവരാണ്, കാണികളില്ലാതെ പന്തുകളില്ല, അവരാണ് അതിൻ്റെ ജീവനാടി. നമ്മൾ പറയില്ല നിങ്ങളില്ലാതെ നമുക്ക് എന്താ ആഘോഷം, കാണികളാണ് എല്ലാം. സോ അവരെ എപ്പോഴും ആകർഷിച്ച് നിർത്താനുള്ള എല്ലാ സംഗതികളും SLKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എനിക്ക് ഷൈജോടനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഞെട്ടിക്കൽ ബിരിയാണി, അരിപ്പത്തിരി,
ഈ കമന്ററി സാധനങ്ങളൊക്കെ ഇതിന് മുൻപേ പഠിച്ചു വെച്ച് വരുന്നതാണോ അല്ലെങ്കിൽ ഒഴുക്കിന് വന്നു പോകുന്നതാണോ? അല്ല, ഞെട്ടിക്കൽ ബിരിയാണി SLK സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡാണ്. പെരിന്തൽമണ്ണയിലെ ആ ബിരിയാണി കടയിൽ നിന്ന് വന്ന ആ സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില സംഗതികൾ നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ ട്രെൻഡിനനുസരിച്ച് പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് ആ അവസരം വരുമ്പോൾ അതിനനുസരിച്ച് സാധനം നമ്മളും വിളമ്പുക എന്നുള്ള ഒരു സംഗതിയിലേക്കാണ് മനസ്സിലായി. തയ്യാറെടുപ്പുണ്ട്. സെമി ഫൈനലിലും ഫൈനലിലുള്ള തയ്യാറെടുപ്പുണ്ട്. നോക്കാം നമുക്ക്. അതെ, 2 സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത്. മലപ്പുറം വേഴ്സസ് തൃശ്ശൂർ. എന്താണ് അനസ് എടത്തൊടിക ഒരു പ്രഡിക്ഷൻ? തീർച്ചയായിട്ടും ഞാൻ പാർട്ട് ഓഫ് മലപ്പുറമാണ്. സോ അതിനുള്ള ഫോക്കസ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കോച്ചസും എൻ്റെ സ്റ്റാഫും എൻ്റെ ടെക്നിക്കൽ ടീമും നന്നായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നോട്ട് ഈസി. വിത്ത് ഓൾ റെസ്പെക്ട് നമ്മൾ 3 പോയിന്റിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. ഷജുവേട്ടാ? 50-50 ആണ്. മലപ്പുറം തൃശ്ശൂർ മാജിക് സെമി ഫൈനൽ മീൻസ് അതൊരു 50-50 സെമി ഫൈനലാണ്. 2 ടീമിനും ഈക്വൽ സാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, തൃശ്ശൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ സെമി ഫൈനൽ നടക്കുന്നത് എന്നുള്ളത് തൃശ്ശൂരിന് സ്വാഭാവികമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. പക്ഷേ ഡിപ്പെൻസ് അവർ ബിബിൻ എങ്ങനെ കളിക്കുന്നു, ബിബിൻ്റെ കറക്റ്റായി ആപ്റ്റായിട്ട് ആ പോയിന്റ് ടു പോയിന്റ് ക്രോസ് വരുമോ, മെയിൽസൺ 11 കളിക്കുമോ, മെയിൽസൺ അവർക്ക് വേണ്ടി വീണ്ടും സ്കോർ ചെയ്യുമോ, എന്തായിരിക്കും മാർക്കസിൻ്റെ സ്ഥിതി തുടങ്ങി. കാരണം അവരുടെ ഫോറിനേഴ്സ്, അതായത് ഇവാൻ മാർക്കോവിച്ച്, മെയിൽസൺ ആൽവസ്, ഫ്രാൻസിസ് അഡ്ഡ, കെവിൻ തുടങ്ങിയ അവരുടെ ഫോറിനേഴ്സിനെ എല്ലാവരെയും അവർ കളിക്കളത്തിൽ ഇറക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനനുസരിച്ചാണ് തൃശ്ശൂരിൻ്റെ സാധ്യത. ഓഫ് കോഴ്സ് മലപ്പുറത്തിലേക്ക് വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർ സ്റ്റഡഡ് ടീമാണ്. എയ്ത്തോറിനെ മലപ്പുറം, അതായത് ഇവർ എയ്ത്തോറിനെ വീണ്ടും സെൻറ്റർ ബാക്ക് സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇവരുടെ ബാക്ക് ലൈൻ സോളിഡ് ആക്കുമോ, അതോ എയ്ത്തോറിനെ കഴിഞ്ഞ കളികളിൽ കണ്ടതുപോലെ പോയി ഗോൾ അടിക്കാനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിടുവോ, റോയ് കൃഷ്ണയും കെന്നഡിയും സെമി ഫൈനലിൽ സ്റ്റാർട്ടിംഗ് 11 കളിക്കുമോ എന്നുള്ളതാണ് പൊന്നും വിലയുള്ള ചോദ്യം. വേഴ്സസ് കെന്നഡി. അതൊരു നമ്മൾ ഗ്രൗണ്ടിൽ ആരാധകർ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റ് അതായിരിക്കും കേട്ടോ. കെന്നഡി കഴിഞ്ഞ തവണ അദ്ദേഹം പോകുന്നത് സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ തിരികെ പോകുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ഒരു പക്ഷേ ഈ സമയത്ത് പറ്റുമെന്ന് അറിയില്ല. അതെ, അത് തീർച്ചയായും അതൊരു ടീമിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് കെന്നഡിയെ, ആരാധകർ കാത്തിരിക്കുന്നുണ്ട് കെന്നഡിയെ, ആരാധകർ കൈയടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നുണ്ട് കെന്നഡിയെ. അത്രമാത്രം പറഞ്ഞ് ഞാൻ കാര്യത്തിൽ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് 2ാമത്തെ മത്സരം കണ്ണൂർ വേഴ്സസ് കാലിക്കറ്റ്. അത് എങ്ങനെയായിരിക്കും? 2 ടീമും നല്ല തുല്യശക്തികൾ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് കാലിക്കറ്റിനുണ്ടാകുമോ, അതല്ല എവേ മത്സരത്തിൽ പോയി ജയിച്ച ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് അത് കണ്ണൂരിനുണ്ടാകുമോ എന്നുള്ള ഹോം മാച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും കാലിക്കറ്റിനുണ്ടാവും. പിന്നെ അവരെ വിന്നിങ് മൊമെൻറ്റം അത് കൺസിസ്റ്റൻസി വെച്ച ഒരു ടീമാണ് കാലിക്കറ്റ്. സോ ഈസി അല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ അവർക്കറിയാം, വെൽ എക്സ്പീരിയൻസ് പ്ലെയേഴ്സാണ്, ടോപ്പ് യങ് ടാലൻറ്റ്സ് ഉണ്ട്. സോ അത്ര ഈസിയുള്ള മാച്ച് ആവില്ല 2 ടീമിനും. പിന്നെ ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, സ്പോർട്ടിംഗ് ഡയറക്ടർ. പക്ഷെ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആവാറില്ല. ലൈഫിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെങ്കിലും ഒന്നിനും. എനിക്ക് കിട്ടുന്ന ജോലി അതിപ്പോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാണെങ്കിലും അത് മാക്സിമം 100% കൊടുക്കുക എന്നതിലാണ് അർത്ഥം. പക്ഷെ അത് ആര് നേരത്തെ ജയിക്കോ ഇല്ലേ എന്നൊന്നും സത്യത്തിൽ ഇവൻ ഞാൻ കളിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിലും ഫൈറ്റ് ചെയ്യണം, ജയിക്കാനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ഒരു ടീമിനോ അല്ലെങ്കിൽ കുറച്ച് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലോ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആവാറില്ല എന്നുള്ളതാണ്. സോ ഡിഫിക്കൽട്ട് മാച്ചസ് ആയിരിക്കും അതും. ഓക്കെ, അതാണ്. ഷൈജോട്ടാ, എന്താണ് ഒരു മലപ്പുറം തൃശ്ശൂർ മാച്ച് ഞാൻ പറയുമ്പോൾ കൃത്യം 50-50 പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല. കാലിക്കറ്റ് ഹാസ് എ ക്ലിയർ എഡ്ജ് ഇൻ ദിസ് സെമി ഫൈനൽ 1. 1ാം സെമി ഫൈനലിൽ കാലിക്കറ്റിന് കൃത്യമായൊരു എഡ്ജ് ഉണ്ട്. കാരണം കാലിക്കറ്റ് ലാസ്റ്റ് കളി ട്രിവാൻഡ്രത്തിനെതിരെ കളിച്ച് 2-1 102-ാം മിനിറ്റിൽ അച്ചൽ ഓൾറെഡി ജയിച്ച മാച്ചിൽ കാലിക്കറ്റ് 8 പേരെ മാറ്റിയിട്ട് ഇറങ്ങിയത്. അതായത് കളിച്ചത് കാലിക്കറ്റിൻ്റെ 2ാം നിര ടീമാണ്. അവിടെ കാലിക്കറ്റ് ഊട്ടി ഉറപ്പിച്ചു. അവരുടെ വിന്നിങ് മൊമെൻറ്റം അവർ തകരാറിലാക്കിയില്ല. ആ റിത്തം അവർ കീപ്പ് ചെയ്തു. മാത്രമല്ല അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്താണ്, അവരുടെ ടീമിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടി. ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സെബാസ്റ്റ്യൻ, റിങ്കൺ, അച്ചൽ ഗോളടിക്കാൻ ഇഷ്ടംപോലെ. അതുകൊണ്ട് ഈ 1ാം സെമി ഫൈനലിൽ തീർച്ചയായിട്ടും കാലിക്കറ്റിന് ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ കണ്ണൂർ എന്തിനും കെൽപ്പുള്ള ടീമാണ്. കാരണം സിനാൻ എനർജറ്റിക്കാണ്, എക്സൂബറൻ്റാണ്, എന്തും ചെയ്ത് കളയും സിനാൻ്റെ ദിവസമാണെങ്കിൽ സിനാൻ ആ കളി ഒറ്റക്ക് കൊണ്ടു കളയും. സാഡിനേറും അഡ്രിയാനും അസിയറും എങ്ങനെ കമ്പയിൻ ചെയ്യുന്നു.
ഡെൽമോണ്ടെ എങ്ങനെയാണ് ബാക്കിലേയും കളിക്കുന്നത്, പിന്നെ മനോജ്, സന്ദീപ്, രണ്ട് നല്ല ഫുൾ ബാക്സ്, ഫുൾ ടൈം കയറി ഇറങ്ങി കളിക്കുന്ന രണ്ട് ഫുൾ ബാക്ക്. സോ ഇതൊക്കെ ഒത്തു വന്നാൽ കണ്ണൂരിനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട. ഞാൻ എഡ്ജ് കാലിക്കറ്റിന് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും, എല്ലാ എഡ്ജും കാലിക്കറ്റിനെന്ന് പറയുമ്പോൾ പോലും കണ്ണൂരിനെ എഴുതി തള്ളരുത്. കണ്ണൂർ ഉറപ്പിച്ചായിരിക്കും വരുന്നത്. കണ്ണൂർ നിരയിൽ ഇപ്പം എബിൻ ദാസിനെ പോലുള്ള വളരെ ചുണക്കുട്ടികളായ ചടുലമായ നീക്കങ്ങളുള്ള താരങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഭാ ധാരാളിത്തമുള്ളൊരു ടീമാണ് കണ്ണൂർ വേഴ്സസ് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ. ഞാൻ പറയുന്നു അത് പ്രവചിക്കാൻ പറ്റാത്തൊരു മത്സരം തന്നെയാണ്. നമ്മൾ കാലിക്കറ്റാണ് കളിയെങ്കിൽ പോലും കണ്ണൂരിൻ്റെ ഒരു പോരാട്ട വീര്യം നമ്മൾ കാണുന്നത്. രണ്ട് താരങ്ങളെ കൂടി നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. അജ്സൽ വേഴ്സസ് കെന്നഡി. ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ആർക്കായിരിക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കെന്നഡി രണ്ട് പേരും ഇപ്പോൾ കെന്നഡി ആണെങ്കിലും അജ്സൽ ആണെങ്കിലും പെനാൽറ്റി ബോക്സിൻ്റെ അകത്ത് ഈ SLKയിൽ കളിക്കുന്ന ഏറ്റവും ഓപ്പർച്യൂണിസ്റ്റുകളായിട്ടുള്ള രണ്ട് സ്ട്രൈക്കേഴ്സാണ്. അവർക്കറിയാം എങ്ങനെ ഗോളടിക്കണമെന്ന്. ക്യുക്ക് റെസ്പോൺസ് QRT ആണ് രണ്ടുപേരും. എങ്ങനെ ഏത് ആംഗിളിൽ നിന്നും പെനാൽറ്റി ബോക്സിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫിനിഷ് ചെയ്യും ഗോളിലേക്ക്, അതായത് പോസ്റ്റിലേക്ക്. അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. രണ്ടുപേർക്കും തുല്യ സാധ്യത നിലനിൽക്കുന്നു. ഒരാൾ 8, ഒരാൾ 7. ഇവിടെ അജ്സലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെന്നഡിക്ക് ഒരു ഇത്തിരി അഡ്വാൻറ്റേജ് ഞാൻ കൊടുക്കുന്നത്, കെന്നഡി ഫോറിനറാണ്, ബ്രസീലിയനാണ്. അപ്പോൾ അജ്സലിനെ വെച്ച് നോക്കുമ്പോൾ കെന്നഡി ഫിസിക്കലി കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അത് ഡിപ്പെൻസ് കെന്നഡി ആരോഗ്യവാനാണോ അല്ലയോ എന്നത് കൂടി അനുസരിച്ച്. ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. കെന്നഡി ഗോൾഡൻ ബൂട്ടിനുമായി ഇറങ്ങുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കെന്നഡി ഗോൾഡൻ ബൂട്ടിന് യെസ്, അവൻ ഹങ്കറാണ്. ഈവൻ സ്മോൾ നിഗിൾ പെയിനുകളൊന്നും അവൻ കെയർ ചെയ്യാറില്ല. കാരണം അവൻ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കുറേ ഗോൾ അടിക്കണം എന്നുള്ള ഹങ്കറുള്ള പ്ലെയറാണ്. സോ എപ്പോഴും ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ സെഷനിൽ പോലും അവന് എങ്ങനെ ഹാട്രിക് അടിക്കണം, എപ്പോഴും ഹാട്രിക് അടിക്കണം എന്നുള്ള ടെൻഡൻസി ഉള്ള ഒരു പ്ലെയർ. ഫൈനലി അവൻ ഹാട്രിക് അടിച്ചും ചെയ്തു. സോ അവൻ്റെ മനസ്സിലുള്ള സംഗതി അവൻ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് അവൻ്റെ മെയിൻ എയിം. സോ ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു കെന്നഡി ഇറങ്ങുന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ സൈഡ് ബെഞ്ചിലിരിക്കുന്നവർക്കും മലപ്പുറത്തിൻ്റെ ആരാധകർക്കും ഒരു വല്ലാത്ത ധൈര്യം തോന്നുന്നുണ്ട്. വല്ലാത്തൊരു ഫീല് എന്തായാലും ടോട്ടലി എനിക്ക് തോന്നുന്നു. ഞാൻ പല മാച്ചുകളും ഞാൻ പുറത്തിരിക്കുമ്പോൾ തന്നെ കെന്നഡി വരുമ്പോൾ ഫാൻസിൻ്റെ ഫീലും സംതിങ് ഡിഫറെൻ്റ് ആണ്. ആവേശം ഒരു 20% ആണെങ്കിൽ ഇതൊരു 90-80-90 അല്ലെങ്കിൽ 100% കാണികളെ പ്രചോദനം സംതിങ് ഡിഫറെൻ്റ് ആണ്. അത് അവൻ ഫീൽഡിലും വരെ അത് അവൻ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പ്ലെയർക്ക് ഇപ്പോൾ ഗോൾ അടിക്കുന്ന പ്ലെയേഴ്സിന് എന്തായാലും കോൺഫിഡൻറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. മീൻസ് 5 ഗോൾ 6 ഗോൾ അടിച്ച പ്ലെയേഴ്സിന് സ്വാഭാവികമായിട്ടും ആ ഹങ്കർ എന്തായാലും ഫീൽ ചെയ്യും, എനിക്ക് ഇനിയും ഗോൾ അടിക്കണം എന്നുള്ള സാധനം. അതാണ് അജ്സലിനും വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സംതിങ് ഡിഫറെൻറ്റ് ഫീലാണ്. ഒരു വർഷം അടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ഈ സീസൺ ആകുമ്പോഴേക്കും എനിക്ക് ഗോളുകളാണ് എൻ്റെ മെയിൻ എയിം എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ. ഞാനിപ്പോൾ ഒരു ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ ആയിരുന്നാലും കോച്ചായിരുന്നാലും എനിക്ക് അതായത് കപ്പാസിറ്റി വെച്ച് ഞാനൊരു പ്ലെയറെ എനിക്ക് ഏത് പ്ലെയർ എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ കെന്നഡി ആ കാറ്റഗറി പ്ലെയറാണെന്ന് ഞാൻ പറയാം. എനിക്ക് മരിച്ചു കളിക്കുന്ന 11 പ്ലെയേഴ്സിനെ മതി. ആ മരിച്ചു കളിക്കുന്ന പ്ലെയറാണ് അനസിൻ്റെ കെന്നഡി. ഒരു തർക്കമില്ലാത്ത കേസാണ്. യെസ്, അത് മാത്രമല്ല ഇപ്പോൾ കെന്നഡി മാത്രം ഇറങ്ങുന്നത്, റോയ് കൃഷ്ണയ്ക്ക് പകരം പല കളികളിലും കെന്നഡി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കളി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും അപകടകരമായ കോംബോ എതിരാളികൾക്ക് റോയ് കൃഷ്ണയും കെന്നഡിയും ഒരുമിച്ചിറങ്ങുമ്പോഴാണ്. കാരണം ഇതാണെങ്കിൽ ഒരു പ്ലെയറെ പൂട്ടാൻ ഒരു 2 ആൾ ഓടണം. റോയ് ഒരു വശത്ത്, റോയിയെ പൂട്ടാൻ 1-2 ആളുകൾ നിൽക്കുന്ന സമയത്ത് കെന്നഡി ഇങ്ങേ അറ്റത്ത് ഫ്രീ ആണ് പലപ്പോഴും. പക്ഷെ അസൂയ തോന്നുന്നത് ഷൈജോട്ട അജ്സലിനോടാണ്. നമ്മളെ നാട്ടിലെ ഒരു ഈങ്ങാപ്പുഴക്കാരനായ ഒരു താരം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ സ്ട്രൈക്കർമാരുടെ കുറവ് നമുക്കറിയാം. ആ ഒരു ഗ്യാപ്പ് നികത്താനാണ്, കൊള്ളടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വന്നിറങ്ങുവാണ് അജ്സല്. അനസ് പറഞ്ഞ വേർഡ് തന്നെയാണ്. ഞാൻ മലപ്പുറത്തിൻ്റെ പാട്ടാണ്, ഞാൻ അതിൻ്റെ സ്കൗട്ടിംഗ് ഡയറക്ടറാണ്. പക്ഷേ നമ്മൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പോൾ മേ ബി ഞാൻ മിണ്ടാതിരുന്നിട്ടും കാര്യമില്ല. എന്താണോ നമ്മൾ SLKയിൽ നടക്കുന്നത്, അല്ല എന്താണോ യങ്സ്റ്റേഴ്സ് ചെയ്യുന്നത്, അത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയേണ്ടതാണ്. യെസ്, വെരി ഗുഡ് പ്ലെയർ, നല്ല ഹങ്കറാണ്. ഇപ്പോൾ 7 ഗോൾ, ഫോറിനേഴ്സ് ഒന്നും അടിക്കാത്ത ഗോളുകൾ ഐസിൽ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, അവന് ആ ഫീൽ ഉണ്ട് എന്നുള്ള. കേരളത്തിൽ നിന്ന് നമുക്ക് നാഷണൽ ടീം പ്ലെയേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള പ്ലെയർ വരുമ്പോൾ. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ മനസ്സിലായി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും. അത് ഫൈറ്റ് ചെയ്യലും ഫീൽഡിൽ ഫൈറ്റ് ചെയ്യലും സാധനങ്ങളൊക്കെ എന്താ, അത് പ്ലെയർ തമ്മിലുള്ള ചലഞ്ചാണ്, 2 ടീമുകൾ തമ്മിലുള്ള ചലഞ്ചാണ്. അതവിടെ നടക്കും.
എൻ്റെ ജോലി ഞാൻ എടുക്കും. പക്ഷേ റിയാലിറ്റി എന്താണ് അത് നമ്മളെ ക്യാരക്ടർ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ത്യൻ കുപ്പായത്തിൽ ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വപ്നം കാണുന്ന ഇന്ത്യൻ കുപ്പായം സ്വപ്നം കാണുന്ന ഒരുപാട് താരങ്ങൾ നമ്മൾ SLKയിലുണ്ട്. അനസ് എടത്തൊടികയുടെ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ്? SLK കളിച്ച് ഇന്ത്യൻ കുപ്പായത്തിലേക്ക് എത്തുന്ന താരങ്ങൾ ഒരുപാടുണ്ടാകും. SLK കളിച്ച് ISLും കൂടെ കളിച്ച് അതിലുള്ള ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കൂടെ കളിച്ച് പ്രൊഫഷണലിസം കംപ്ലീറ്റ് പഠിച്ച് ചില ആളുകൾക്ക് എപ്പോഴും നമുക്ക് കളിക്കുമ്പം ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കേരളത്തിൽ വീടുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. യെസ്, നമുക്കൊക്കെ വീടുകളുണ്ട്, ഫാമിലി, അത്. പക്ഷേ ഈ ഫുട്ബോൾ പറഞ്ഞ സാധനം നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്, നമ്മളെ ജോലിയാണ്, നമ്മളെന്താ പറയുക, നമുക്ക് കിട്ടിയ ഒരു ദൈവം തന്ന നമുക്കൊരു ഒരു അച്ചീവ്മെൻറ്റിൽ കൂടെ കൂട്ടാം അല്ലേ. നമുക്കൊരു ഫീൽ തന്നതാണ് നമ്മളെ കുടുംബത്തെ സഹായിക്കാൻ, നമ്മളെ ജനറേഷനെ സഹായിക്കാൻ, നമ്മളെ യങ്സ്റ്റേഴ്സിനെ സഹായിക്കാൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാലൻ്റ് ഉള്ള പ്ലെയർ, ഒരു 8 പ്ലെയറെങ്കിലും കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ പോകാനുള്ള കേപ്പബിൾ ഉള്ള പ്ലെയേഴ്സ് കേരളത്തിലുണ്ട്. പക്ഷേ അവർക്ക് കറക്റ്റ് പ്രോപ്പർ സാധനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ഷൈജോട്, അതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷൈജോടൻ എന്താണ് തോന്നുന്നത്? ഈ സൂപ്പർ ലീഗ് കേരള നമ്മളെ താരങ്ങളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് ഓൾറെഡി ഇപ്പം Under-23 ഇന്ത്യൻ ടീമിൽ കളിച്ചു കഴിഞ്ഞു തൃശ്ശൂർ മാജിക്കിൻ്റെ ഗോൾ കീപ്പർ കമാലുദ്ദീൻ. SLK നടന്നുകൊണ്ടിരിക്കുമ്പോൾ SLK കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് പോയി ഇന്ത്യ കളിച്ച് വന്നിരിക്കുന്നത്. Under-23 ആണെങ്കിൽ കൂടി തായ്ലൻഡിനെതിരെ ഫ്രണ്ട്ലി മാച്ച് കളിച്ചു വന്നു. സോ ഇതൊക്കെ ഒരു സൂചകമാണ്. ഇപ്പം നേരെ അനസ് പറഞ്ഞ പോലെ നമ്മുടെ പ്ലെയേഴ്സിനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കാനും അവരെ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഒപ്പം കളിച്ച് അവർക്ക് അതിൻ്റേതായ ഡ്രസ്സിങ് റൂം എക്സ്പീരിയൻസ് കിട്ടാനും എന്താണ് എവിടെ നിൽക്കുന്നു എന്ന് അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടാനും ഇന്ത്യൻ ഫുട്ബോളിന് നാളെ ഉപകാരപ്പെടാവുന്ന രീതിയിലുള്ള, ഓഫ് കോഴ്സ് ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ചർച്ച എന്നാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് Under-23 ഇന്ത്യ ടീമിനെ സീനിയർ കളിപ്പിച്ചാൽ പോരെ എന്നുള്ള ചർച്ച സജീവമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം നമ്മുടെ ഇന്ത്യൻ Under-23 കളിക്കുന്ന ടീം ഇപ്പോൾ, അതായത് നമ്മുടെ ഐമനും വിപിൻ മോഹനും ഒക്കെ ഒരുമിച്ച് കളിക്കുന്ന ടീം സമീപകാലത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ ലെവലിൽ അവർ നല്ല പെർഫോമൻസാണ്. അപ്പോൾ അത് വലിയൊരു ഡിബേറ്റാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ. ഈ സീനിയേഴ്സിനെ മെല്ലെ ആക്കിയിട്ട് നമുക്ക് Under-23 പ്രൊമോട്ട് ചെയ്താൽ പോരെ. ആ നീക്കത്തിന് ശക്തി പകരുന്ന 5-8 ആളുകളാണ് ഇവിടെ റെഡിയായി നിൽക്കുന്നത്. എല്ലാം Under-23 പ്ലെയേഴ്സാണ്, റെഡി ടു പ്ലേ ഇന്ത്യ. സോ ഇവരെല്ലാവരും ഇന്ത്യൻ ഫുട്ബോളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ സീനിയർ ടീമിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ ചിറകടിച്ച് പറക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചിറകടിച്ച് പറക്കാനുള്ള റൺവേ എന്ന് പറയുന്നതാണ് സൂപ്പർ ലീഗ് കേരള. യെസ്, അതാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂപ്പർ ലീഗ് കേരള അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സെമി ഫൈനൽ പോരാട്ടം നടക്കാൻ പോവുകയാണ് കേട്ടോ. കാലിക്കറ്റ് വേഴ്സസ് കണ്ണൂർ, മലപ്പുറം വേഴ്സസ് തൃശ്ശൂർ. നമ്മൾ വീണ്ടും ഇങ്ങനെ ഇരിക്കും. ആഫ്റ്റർ ഫൈനലിന് മുൻപായി നമുക്ക് ഒന്നുകൂടി ഇരിക്കണം. കാരണം സൂപ്പർ ലീഗ് കേരള കേരളത്തിലെ ഫുട്ബോളിന്, ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ഊർജം ചെറുതല്ല. സ്വപ്നം കാണാനും പുതിയ താരങ്ങളെ നൽകാനും ഈ മനുഷ്യൻ്റെ ടെൻഷൻ അടിയൊക്കെ ഈ ഫുട്ബോളിനോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ഷൈജുവേട്ടൻ്റെ കമൻട്രി ഇനിയും നമ്മൾ കേൾക്കാനുള്ള പുതിയ ഒരുപാട് വാക്കുകൾ അവനാഴിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം വരട്ടെ. സൂപ്പർ ലീഗ് നൽകുന്ന ആവേശം അത് ചെറുതല്ല. നമ്മൾ തുടരും. ഇനി വീണ്ടും സെമി ഫൈനൽ മത്സരത്തിന് ശേഷം കാണാം. താങ്ക് യു.